നമസ്കാരം, എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം. ശ്രീ വളയനാട് ദേവീ ക്ഷേത്രത്തിലാണ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത്. ഈ ക്ഷേത്രത്തിലെ വിശേഷങ്ങളുമായി നമുക്ക് വീഡിയോയിലൂടെ കാണാം. കോഴിക്കോട് പട്ടണത്തിലാണ് ചിരപുരാതനമായ ശ്രീ വളയനാട് ദേവീക്ഷേത്രം. കുളാർത്തവ തന്ത്രത്തെ അടിസ്ഥാനമാക്കി രുരുചിത് വിധാനക്രമത്തിൽ ആരാധന നടത്തുന്ന അപൂർവ ക്ഷേത്രങ്ങളിലൊന്നാണിത്. മലബാറിൻ്റെ പ്രതാപവും സാമ്പത്തിക അഭിവൃദ്ധിയും സാംസ്കാരിക മേന്മയും പ്രധാനമായും വള്ളുവനാടിനെയും കോഴിക്കോടിനെയും ആശ്രയിച്ചാണ് നിലനിന്നിരുന്നത്. ഈ അത്ഭുതകരമായ അവസ്ഥയാകട്ടെ വള്ളുവ കോനാതിരിയുടെയും സാമൂതിരി രാജവംശത്തിൻ്റെയും ഉപാസനാമൂർത്തിയുടെ വരദാനമായാണ് കരുതപ്പെടുന്നത്. വള്ളുവ കോനാതിരിയും സാമൂതിരിയും തമ്മിലുള്ള അധികാര മത്സരത്തിൽ ആ കാലത്ത് സൈന്യബലവും സാമ്പത്തിക ബലവും കൂടുതലുണ്ടായിട്ടും സാമൂതിരി പരാജയപ്പെട്ടുവത്രേ. ഈ പ്രത്യേക അവസ്ഥയ്ക്ക് കാരണം അന്വേഷിച്ച് സാമൂതിരി സൈനിക ശക്തിയിലും യുദ്ധ നൈപുണ്യത്തിലും തന്നേക്കാൾ പുറകിലുള്ള വള്ളുവ കോനാതിരിയുടെ ഉപാസനാമൂർത്തിയായ തിരുമാന്താംകുന്ന് ഭഗവതിയെ തപസ് ചെയ്ത് പ്രത്യക്ഷപ്പെടുത്തി തൻ്റെ നാട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നു. കൂടെ പോരുമ്പോൾ ഭഗവതി സാമൂതിരി രാജാവിനോട്, എപ്പോൾ നിങ്ങൾ എന്നെ സംശയിച്ച് തിരിഞ്ഞു നോക്കുന്നുവോ അപ്പോൾ ഞാൻ തിരിച്ചു പോകും എന്നും പറഞ്ഞു. മുമ്പിൽ സാമൂതിരി രാജാവും പിന്നിൽ ഭഗവതിയും യാത്ര തുടരുകയും ഏറെ ദൂരം പിന്നിട്ടപ്പോൾ പിന്നിൽ നിന്നും ചിലങ്കയുടെ ശബ്ദം കേൾക്കാതെ വരികയും സംശയത്താൽ സാമൂതിരി രാജാവ് തിരിഞ്ഞു നോക്കുകയും ചെയ്തു. സംശയത്തോടെ രാജാവ് തിരിഞ്ഞു നോക്കിയത് കാണാനിടയായ ദേവി തൻ്റെ കയ്യിൽ കിടന്ന തിരുവള ഊരിയെടുത്ത്, ഞാൻ വള എറിയുകയാണ്, ഇനി എൻ്റെ സാന്നിധ്യം ഈ വള വീഴുന്ന സ്ഥലത്താകും എന്ന് പറഞ്ഞ് അപ്രത്യക്ഷമാവുകയും ചെയ്തു. ഈ വള ഒരാഴ്ച വട്ടം കറങ്ങിയതിനു ശേഷം ഇപ്പോൾ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന സ്ഥലത്ത് പതിച്ചു. തിരുവള ഒരാഴ്ചവട്ടക്കാലം കറങ്ങിയതിനാൽ ആ പ്രദേശത്തിന് ആഴ്ചവട്ടമെന്നും തിരുവള വീണ സ്ഥലത്തിന് തിരുവളയനാട് എന്നും പിന്നീട് പേര് വന്നു. അന്ന് തൊട്ട് സാമൂതിരി സ്വരൂപത്തിൻ്റെ ഉപാസനാ ദേവതയാണ് ശ്രീ വളയനാട് ഭഗവതി. കാശ്മീരി സമ്പ്രദായക്കാരായ മുസ്സദ്മാർ ശാക്തേയ ക്രമത്തിൽ പൂജാതി കർമ്മങ്ങൾ നടത്തുന്ന അപൂർവ ക്ഷേത്രം കൂടിയാണിത്. ചണ്ഡികയെന്ന അപൂർവ കാശ്മീരി ദേവതയാണ് ഈ ശാക്തേയ ക്ഷേത്രത്തിലെ മൂർത്തി. മഹാർഗം, കാലസങ്കർപ്പിണി എന്നീ സാങ്കേതിക സംജ്ഞകളിൽ അറിയപ്പെടുന്നു. ശ്രീകോവിലിൽ വടക്കോട്ടാണ് ദേവീ ദർശനം. ഉഗ്രമൂർത്തി ഭാവമാണ്. ശ്രീകോവിലിൽ സപ്തമാതൃകളുടെ ദാരുരൂപ പ്രതിഷ്ഠകളുമുണ്ട്. കിഴക്കേ നടയിൽ ശിവന്റെ പ്രതിഷ്ഠ, കന്നിമൂലയിൽ ഗണപതി, അതേ ദിശയിൽ അയ്യപ്പൻ, പ്രദക്ഷിണ വഴിയിലെ ക്ഷേത്രപാലകനു സമീപം സരസ്വതി പ്രതിഷ്ഠയുമുണ്ട്. ഓരോ മാമാങ്കത്തിന് പോകുമ്പോഴും വളയനാട്ടമ്മയ്ക്ക് ബലി കൊടുത്തിട്ടാണ് സാമൂതിരി രാജാവ് പോയിരുന്നത്. അതിനാൽ പിന്നീടൊരിക്കലും തോൽവിയുടെ രുചി അറിയേണ്ടി വന്നിട്ടില്ല. സാമൂതിരി സ്വരൂപത്തിൽ ഒരു കുട്ടി പിറന്നാൽ ദേവിയുടെ സന്നിധാനത്തിൽ നിലമെഴുകി കിടത്തിയതിനു ശേഷം ഒരു പോറ്റുകാരനായി കുഞ്ഞിനെ സ്വീകരിക്കുകയാണ് ചെയ്യുന്നത്. ഈ ചടങ്ങ് ഇന്നും നിലനിൽക്കുന്നു. വഴിപാടുകൾ. ഗുരുതിയാണ് പ്രധാന വഴിപാട്. ചെറിയ ഗുരുതിയും വലിയ ഗുരുതിയുമുണ്ട്. ക്ഷേത്രപാലകന്റെ നടക്കൽ വെച്ച് നടത്തുന്ന ഗുരുതി തർപ്പണം ഇവിടുത്തെ ഒരു പ്രധാന കർമ്മമാണ്. മകരമാസത്തിലെ കാർത്തിക നാൾ മുതൽ 8 ദിവസമാണ് ഇവിടുത്തെ ഉത്സവം. ആറാട്ട് എന്നിവയിലും മറ്റ് ക്ഷേത്രങ്ങളെ അപേക്ഷിച്ച് വളരെ പ്രത്യേകതയുണ്ട്. വൃശ്ചിക മാസം 1 മുതൽ മണ്ഡലം 41 ദിവസം നടത്തുന്ന കളമെഴുത്തുപാട്ട് മറ്റൊരു പ്രത്യേകതയാണ്. ഒത്തിരി സ്നേഹത്തോടെ നമുക്കിനി അടുത്ത വീഡിയോയുമായി കാണാം.